നമ്മളെല്ലാവരും പതിവായിട്ട് മീൻ കഴിക്കാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഈ മീൻ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കൊളസ്ട്രോളിന്റെ മെറ്റബോളിസവും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മറ്റൊറ്റനവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒമേഗ 3 സഹായിക്കുന്നുണ്ട്. എന്നാൽ മീൻ അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചില തരത്തിലുള്ള ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും? അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന മീനുകളിൽ പലപ്പോഴും മെർക്കുറിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ മെർക്കുറിയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫോർമാലിൻ കണ്ടന്റ്, അതായത് ഫോർമാലിൻ ഇട്ട് വയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, ദഹന പ്രശ്നങ്ങൾ, മലബന്ധം മുതലായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ക്യാൻസർ പോലുള്ള മാരക വ്യാധികൾ നമുക്ക് ദൂരവ്യാപകമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ശരീരത്തിൽ വിഷാംശം വന്നിട്ട് സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെഡ് മീറ്റ് കൂടുതലായിട്ടുള്ള മീനുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ കക്ക, കൊഞ്ച്, കണവ മുതലായിട്ടുള്ള മീനുകൾ ഓവറായിട്ട് കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് യൂറിക് ആസിഡ് കൂടാനും അതിലൂടെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ ചെറു ജോയിന്റിലും കാലിൻ്റെ തള്ളവിരലിലും ഒക്കെ അസഹനീയമായിട്ടുള്ള വേദനകൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും മുട്ടിലൊക്കെ നീര് വരുന്നത് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ മീനിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചോറിനേക്കാളോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കാൾ കൂടുതലായിട്ട് മീൻ കഴിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറയുകയാണ്.